ലോൺ ആപ്പ് തട്ടിപ്പിനൊപ്പം ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുകളിലും കൂടുതൽ അറസ്റ്റുകൾക്കൊരുങ്ങി ഇഡി. ലോൺ, ട്രേഡ്, ഗെയിം ആപ്പ് തട്ടിപ്പു സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് വിദേശത്തു നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോൺ ആപ്പ് തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ചെന്നൈയിൽ ഉന്നത ബന്ധങ്ങളുള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ഈ ലോൺ ആപ്പ് തട്ടിപ്പ് വളരെ വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്. മാത്രമല്ല ഗെയിം തട്ടിപ്പുകൾ, ഇങ്ങനെ വിവിധ തട്ടിപ്പുകൾ ആപ്പുകളിലൂടെ നടക്കുന്ന ഒരു സാഹചര്യം. ഇതിന് കൃത്യമായൊരു ബോധവൽക്കരണം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നൽകിയാലും വീണ്ടും വീണ്ടും ജനങ്ങൾ ഈ ഒരു കെണിയിലേക്ക് ചെന്ന് വീഴുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഇഡിയുടെ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുകയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ 6 പേരെ ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 6 പേരെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നടക്കം ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഘത്തിന് വിദേശ ബന്ധങ്ങൾ കൂടിയുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഇഡി എത്തിയിരിക്കുന്നത്. ഇവർക്ക് വിദേശ ബന്ധമുണ്ട്, മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പുറത്തുനടക്കം മറ്റ് ബന്ധങ്ങളുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ സംഘം എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് ഇഡി എത്തിയിരിക്കുന്നത്. ഇവരെ പ്രധാനമായിട്ടും ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ഈ ആപ്പിൻ്റെ പ്രചരണങ്ങൾ നടത്തുകയും ഒപ്പം വ്യാജ സിം കാർഡുകൾ അടക്കം ശേഖരിച്ചിട്ടുള്ളത് ഇങ്ങനെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് ഇഡി എത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ഈ രാജ്യത്തിന് പുറത്തേക്കുള്ള അന്വേഷണത്തിലേക്ക് അടക്കം ഇഡി കടക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഏതായാലും ഈ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുകൾ വഴി 15ഓളം കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിവിധ ആളുകൾക്കായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ വഴി ഏകദേശം 1650ഓളം കോടി രൂപയുടെ നഷ്ടമാണ് നിരവധി ആളുകൾക്കായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതും ഒപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ കണ്ണുകളിലേക്ക് കൂടിയുള്ള അന്വേഷണം വ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഏതായാലും ഇഡിയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ശരി.